ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സ്നേഹമുള്ള വൈദികരെ, ഡീക്കനച്ചന്മാരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, ഫോർമേഷനിലുള്ള കുഞ്ഞുങ്ങള്, പ്രിയമുള്ള സെമിനാരിക്കാര്, ദൈവമേ സുഖമാണല്ലോ അല്ലേ? ചെറിയ കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ. അത് സെമിനാരിക്കാരെ ഉദ്ദേശിച്ച് വിളിച്ചതല്ല കേട്ടോ. നമ്മുടെ ചെറിയ നമ്മുടെ കുട്ടികളുണ്ട് നമ്മുടെ ഒരു കുടുംബാംഗങ്ങളിൽ. അതുകൊണ്ട് പ്രായമുള്ളവരെയും പഴയ പുതിയ കുടുംബാംഗങ്ങളെല്ലാവരും ഓർക്കുന്നു കേട്ടോ. ഡിസംബർ മാസത്തിൽ പിന്നെ ക്രിസ്മസിന് ഏറ്റവും അടുത്തുള്ള ഒരുക്കത്തിലൊക്കെ ധ്യാനവും പ്രാർത്ഥനയൊക്കെ നന്നായി ചെയ്യണം കേട്ടോ. പിന്നെ 2-3 ദിനം അറിയിക്കും. ഡീക്കന്മാരുടെ ധ്യാനം ഈശ്വരക്കാരനെ നന്നായിട്ട് പോകുന്നു, പ്രാർത്ഥിക്കണം. പിന്നെ മറ്റന്നാൾ ഉച്ചയോടുകൂടിയാണ് ധ്യാനം തീരുന്നത്, പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഡിസംബർ മാസത്തിൽ ഒരു യുവജനങ്ങൾക്കുള്ള ധ്യാനം നമ്മുടെ അഭിഷേക് സിസ്റ്റേഴ്സിന്റെ മോണസ്ട്രിയിലെ അവരുടെ സെന്ററിൽ വാഴക്കുളത്ത് വെച്ചിട്ട് നടത്തുന്ന കാര്യം നിങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞു എന്റെ ഓർമ്മ. ഡിസംബർ 20 മുതൽ 23 വരെയാണ്. ശനിയാഴ്ച ആരംഭിക്കും. 100 പേർക്കാണ് അവിടെ നമുക്ക് ബുക്കിംഗ് ഉള്ളൂ. അപ്പോൾ വേഗം വിളിച്ച് അത്യാവശ്യം വേണ്ടി ബുക്ക് ചെയ്തു കേട്ടോ. വേഗം വിളിച്ചാലേ കിട്ടുള്ളൂ. പ്രൈസ് അല്ല. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ഓർപ്പിക്കുന്നു. പിന്നെ ഇന്നൊരു സാക്ഷ്യം വായിക്കാം. ഞാനതിൻ്റെ ധ്യാനത്തിന് കാർഡും കൂടെ ഇട്ടേക്കാം. അപ്പോൾ കാർഡ് കിട്ടുന്നത് നിങ്ങളെ ബാക്കി എല്ലാവർക്കും അയച്ചു കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ ഗ്രൂപ്പിൽ ആ കാർഡ് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഇവിടുന്ന് ആളോട് ചോദിക്കണം, കാർഡ് അയച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കണം. പ്രൈസ് അല്ലോ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ. ബഹുമാനപ്പെട്ട ബിനോയിച്ച, എൻ്റെ പേര് ഷൈല എന്നാണ്. ഞാൻ അച്ഛൻ്റെ ഫുൾ കുടുംബാംഗമാണ്. ഈശോ തന്ന അനുഗ്രഹത്തിന് സാക്ഷ്യമായിട്ടാണ് ലെറ്റർ എഴുതുന്നത്. എൻ്റെ മകൻ കാനഡയിലാണ്. അവന് വേണ്ടി വിവാഹം ആലോചിച്ചിട്ട് ഒന്നും ശരിയാകുന്നില്ലായിരുന്നു. ഏകദേശം 1.5 വർഷമായിട്ട് ആലോചിച്ചിട്ടും ഒരാലോചന പോലും അടുത്ത് വന്നില്ല. ഇതേപോലെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അച്ഛൻ്റെ ഷോർട്ട് ടോക്ക് ഞാൻ കേൾക്കാറ്, ആശീർവാദം ചെയ്യാം. അപ്പോൾ ഈ വിഷയം സമർപ്പിച്ച് അങ്ങ് പ്രാർത്ഥിക്കുകയായിരുന്നു ടോക്കിൻ്റെ സമയത്ത്. അങ്ങനെ ഇരിക്കെ എപ്പിസോഡ് 825 936 കേൾക്കാനിടയായി. ഈ 2 എപ്പിസോഡ് വിവാഹം തടസ്സം മാറുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു, വിവാഹ തടസ്സം. ഞാൻ തുടർച്ചയായിട്ട് എപ്പിസോഡുകൾ കണ്ട് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ മോന്റെ വിവാഹം ഉറപ്പിച്ചു, കല്യാണം നടന്നു. ദൈവത്തെ വലിയ അനുഗ്രഹമായിട്ട് സാക്ഷ്യപ്പെടുത്തിയിരിക്കുക. ഇനി രണ്ടാമത്തെ ഒരു സാക്ഷ്യമുണ്ട്. രണ്ടാമത്തെ സാക്ഷ്യം കേൾക്കുന്നവർക്ക് ഒരു അത്ഭുതമായി തോന്നുന്നില്ലായിരിക്കാം. ചേച്ചി രാമോ പറഞ്ഞിരിക്കുക. പക്ഷെ ഞാനിത് വായിച്ചതുകൊണ്ട് എനിക്ക് ഭയങ്കര അത്ഭുതം തന്നെയാണ് അത് വായിക്കുന്നത്. പക്ഷെ എനിക്കതൊരു അത്ഭുതം തന്നെയാണ്. ചെറുപ്പം മുതൽ എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ആണ്. എന്ന് പറഞ്ഞാൽ സ്റ്റേജ് കാണാൻ പറ്റിയല്ല, ഒരു കാറോസോ പ്രാർത്ഥന എല്ലാം പറ്റിയല്ല, മൈക്ക് പിടിക്കാൻ പറ്റിയല്ല. ചിലപ്പോൾ ചില ആൾക്കാർ അങ്ങനെയുണ്ട്. സമൂഹത്തിന് മുമ്പ് നിന്ന് ആകെ 5 പേരുള്ളൂ, പക്ഷേ എഴുന്നേറ്റൊന്നും പറയാൻ പറ്റിയല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അന്ന് പറഞ്ഞ പോലെ ഈ സഹോദരിക്ക് സ്റ്റേജ് ഫിയർ ആണ്. ചെറുതായി പാടാനായിട്ട് കഴിവുണ്ടെങ്കിലും ഇതിന്റെ വിറയൽ കാരണം ഒരു പ്രോഗ്രാമിൽ പോലും ഞാൻ പങ്കെടുത്തിട്ടില്ല. ഈ വിറയൽ മാറ്റി തരണമേ എന്ന് ആശീർവാദത്തിന്റെ സമയത്ത് ശരി ഞങ്ങൾ പ്രാർത്ഥിച്ചു. പിന്നെ ജവമാല ചൊല്ലുമ്പോൾ ഞാൻ നിയമം വെച്ചിരുന്നു. ഇനി ദൈവം നടത്തിയ വഴികൾ നോക്കിയോ. ഒരു ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് ഗാനശുശ്രൂഷ ചെയ്യാൻ കുട്ടികളില്ലായിരുന്നു. എന്നോട് സഹായിക്കാമോ എന്ന് ഗാനശുശ്രൂഷ ചെയ്തിരുന്ന സിസ്റ്റർ ചോദിച്ചു. ഞാൻ ഒരു മണിയും കൂടാതെ ചെന്ന് മൈക്കെടുത്ത് അങ്ങ് പാടി. ചെറിയൊരു വിറയൽ വരുന്ന പോലെയൊക്കെ തോന്നി. പിന്നെ എല്ലാം കംപ്ലീറ്റ് അങ്ങോട്ട് മാറി ഈശോ മാറ്റിയെത്താണ്. ഇപ്പോൾ മിക്കവാറും ദിവസങ്ങൾ ഞാൻ ഭയം കൂടാതെ എനിക്ക് വിശുദ്ധ കുർബാനയിൽ പാടാൻ സാധിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചത് വലിയ മിറക്കിളാണ്. ശരിക്കും 1000 നന്ദി. ഇങ്ങനെ ഒരു ടോക്ക് തരുന്ന അച്ഛനെ ഈശോ ധാരാളം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഇനി ഒരു പ്രയർ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യം എഴുതിയിരിക്കുകയാണ്. എനിവേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം നോക്കിയാൽ ദൈവം നടത്തുന്ന വഴികൾ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിറയൽ മാറ്റണം, സ്റ്റേജ് ഫിയർ മാറ്റണം എന്ന് പ്രാർത്ഥിക്കുന്നു. അത് മാറിയതായിട്ട് ഫീലിംഗ് കൊടുക്കണം. പക്ഷെ ദൈവം അത് മാറ്റി വിധം കണ്ടോ. പെട്ടെന്ന് തന്നെ ആ സിസ്റ്റർ ഫോൺ ഇത് കൊടുത്ത് മൈക്കെടുത്ത് കൊടുത്ത് പെട്ടെന്ന് അങ്ങ് ചെയ്ത് ദൈവത്തിനെ കൃപയെ കണ്ടില്ലേ. അപ്പോൾ അത് നമ്മൾ ചില പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് ദൈവം ഒരു ഈവൻറ്റ് അങ്ങോട്ട് തന്നിട്ട് ദൈവം നമ്മളെ അങ്ങോട്ട് തൊട്ടു. പ്രൈസ് ദി ലോർഡ്. എന്താ ഈ 2 മേഖലയ്ക്ക് വേണ്ടി നമുക്ക് ഈശോയുടെ പക്കൽ നിന്ന് ആശീർവാദം സ്വീകരിക്കുക അല്ലേ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്ന പ്രഭാഷണം 11:30 അടിസ്ഥാനപ്പെടുത്തിയ ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 11:30 തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മൾ കൂട്ടിലടച്ച പക്ഷിയെ പോലെയാണോ? നല്ലൊരു തലക്കെട്ടാണ്. കൂട്ടിലടച്ച പക്ഷിയുടെ പ്രത്യേകത എന്താ? കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷി എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങൾ പുറത്തിയാണെങ്കിൽ ഗ്യാപ്പുണ്ടോ നോക്കി ഇങ്ങനെ 24 hours ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. പിടിച്ചിട്ട് പിന്നെ ഇണക്ക് വായിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഇതാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വചനം പറയുമ്പോൾ ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ കുടുംബജീവിതത്തിൽ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ചിന്തകളാണ് പോകാൻ സാധ്യത. ഞാനതല്ല ഈ വചനത്തിൻ്റെ അർത്ഥം. വചനം ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ: കൂട്ടിലടച്ച പക്ഷിയെ പോലെയാണ് അഹങ്കാരിയുടെ മനസ്സ്. ചാരനെ പോലെ അവൻ നിന്റെ ദൗർബല്യങ്ങൾ ഉറ്റുനോക്കുന്നു. നല്ല വചനമാണ്. ഒരു അഹങ്കാരം എന്ന് പറയുന്ന ഒരു പാപം ഉണ്ടെങ്കിൽ, അഹങ്കാരം മൂലഭാവം അതുണ്ടെങ്കിൽ, ആ വ്യക്തിയുടെ ഒരു പ്രത്യേകത ബൈബിൾ പഠിപ്പിക്കുകയാണ്: അവന്റെ മനസ്സ് കൂട്ടിലടച്ച പക്ഷിയെ പോലെയായിരിക്കും. അവനിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് എവിടെയും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്നത് പോലെ തന്നെ ഇവന്റെ പ്രത്യേകത എന്നറിയാം. അവൻ ചാരനെ പോലെ.
മറ്റുള്ളവരുടെ നിന്റെ ദൗർബല്യങ്ങൾ, ബലഹീനതകൾ, കുറവുകൾ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പോയി കുമ്പസാരത്തിൽ പറയുന്ന ഭാവം എന്താ? ഞാൻ മറ്റുള്ളവരെ കുറ്റം കണ്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ റൂട്ട് കിടക്കുന്ന അഹങ്കാരത്തിൽ നിന്ന്. അഹങ്കാരം മൂലഭാവമായതുകൊണ്ട് മൂലപാപത്തിൽ നിന്ന് വേറെ ഒരുപാട് ഭാവങ്ങൾ ഉണ്ടായി വരും. അപ്പൊ ഈ അഹങ്കാരം എന്ന് പറയുന്ന മൂലപാപത്തിന്റെ പേര് പറയാതെ ഇത് പറയുകയില്ല. കണ്ടോ എല്ലാം എങ്ങനെ പോകുന്ന റൂട്ട് നോക്കി. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ ബലഹീനനാണ്, ദൗർബല്യങ്ങളുണ്ട്, പോരായ്മകളുണ്ട്, അല്ലേ? അതിങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുക, അല്ലേ? ചാരന്റെ പ്രത്യേകത എന്താ? എങ്ങനെ ഇവനെ കീഴ്പ്പെടുത്താം, എങ്ങനെ ഇവനെ അങ്ങനെ മറ്റേ ആൾക്ക് വിവരം കൊടുക്കുന്നവനാണ് ചാരൻ, ഒറ്റുകാരൻ. എന്നപ്പോൾ അവൻ ഇങ്ങനെ പഴി നോക്കിക്കൊണ്ടിരിക്കും, എവിടെയാ എന്ന് പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുറ്റങ്ങള് എന്നാ പറഞ്ഞാലും കുറ്റം, ഒരു നല്ല വാക്ക് പോലും പറയാൻ, എത്ര നല്ല കാര്യം, എന്നിട്ട് എന്തെങ്കിലും കുറവ് കണ്ടുപിടിക്കുന്ന പ്രകൃതം. നല്ലൊരു ഹീലിംഗ് ആവശ്യമുണ്ട്, നല്ലൊരു ഡെലിവറൻസ് ആവശ്യമുണ്ട്, അതിനപ്പുറം നല്ലൊരു അനുതാപത്തിന്റെ കുമ്പസാരം ആവശ്യമുണ്ട്, പിന്നെ നല്ലൊരു പരിശ്രമം ആവശ്യമുണ്ട് എന്ന് കയറി പറയാൻ. പകരം ഞാൻ എന്താ, മറ്റുള്ളവരുടെ നന്മകൾ ഇങ്ങനെ കാണണം, മറ്റുള്ളവരുടെ നന്മകൾ കണ്ട് പറയാൻ അങ്ങ് പഠിക്കണം. ചില ആൾക്കാരോട് എന്ത് ചെയ്താൽ താങ്ക് യു പറയാത്ത മനുഷ്യര്, ചിലപ്പോൾ ഒരു കൺഗ്രാജുലേഷൻസ് പറയാത്ത മനുഷ്യര്, മനുഷ്യരാണ് പ്രോത്സാഹിപ്പിക്കുകയല്ലാത്തവര്, അല്ലേ? അപ്പോൾ അതിനകത്തൊക്കെ മാറി ഒരു ഇന്നർ ഹീലിംഗ് ഒക്കെ കിട്ടി, ഡെലിവറൻസ് ഒക്കെ കിട്ടി, ഒരു അനുതാപം കിട്ടി. കർത്താക്കൃപയിൽ ഉയർത്തട്ടെ. സമയം കുറച്ച് അധികമായെന്ന് തോന്നുന്നുണ്ട്, നമുക്ക് ശ്രദ്ധിച്ചേക്കാം. നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അഹങ്കാരത്തിന്റെ വേര് പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റം കാണുന്ന പ്രവണതകൾ മാറി നന്മ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഗലാത്യ 1:24 പ്രകാരം ദൈവത്തെ സ്തുതിക്കുന്ന ഉന്നതകരമായ അഭിഷേകം നിറയട്ടെ. പ്രഭാഷണം 11:30 പറഞ്ഞിരിക്കുന്ന അന്ധകാര പീഡ ഈശോ നാമത്തിൽ ബന്ധിക്കും, നിത്യാത്മയിലേക്ക് ബന്ധിക്കും, വിട്ടുപോട്ടെ. കർത്താവ് ദൈവരെ കുടുംബങ്ങളൊക്കെ ആശീർവദിക്കുക. ദൈവം പ്രത്യേകിച്ച് ബ്ലെസ് ചെയ്യുന്നത് ഒരു കാര്യം, കർത്താവ് സ്റ്റേജ് ഫിയർ, സ്റ്റേജിൽ കയറാൻ പേടി, മൈക്ക് എടുക്കാൻ പേടി, സമൂഹത്തിൽ സംസാരിക്കാൻ പേടി, പൊതുസമൂഹത്തിൽ പ്രാർത്ഥിക്കാനുള്ള ഭയം, ആൾക്കാരെ കാണുമ്പോഴുള്ള ഭയം, അങ്ങനെ തരത്തിലുള്ള ഭയത്തിന്റെ അടിമത്തം കർത്താവ് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുക. ഫിയർ ഈസ് ഈവിൾ എന്നാണല്ലോ പറയുക. കർത്താവ് തന്നിരിക്കുന്ന ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല എന്ന് വചനമുണ്ടല്ലോ. ആത്മധൈര്യത്തിന്റെ ആത്മാവുകൾ ഭീരുത്വത്തിന്റെ അരൂപിയെ ബന്ധിക്കുന്നു, നിത്യാത്മയിലേക്ക് ബന്ധിക്കുന്നു. ആത്മധൈര്യത്തിന്റെ കൃപയുടെ അഭിഷേകം അപ്പോസ്തലർ 4 പറഞ്ഞിരിക്കുന്ന ധൈര്യത്തിന്റെ അഭിഷേകം നിറയട്ടെ എന്ന് ആശീർവദിക്കും. ഈ ആശീർവാദ സമയത്ത് ഈശോ പ്രവർത്തിയുടെ അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുക. ഒപ്പം തന്നെ കടത്ത നാളുകളായിട്ട് വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരാലോചന പോലും വരാതെ കിടക്കുന്ന കുടുംബങ്ങൾ, വ്യക്തികൾ ആരൊക്കെ വിശ്വസിക്കുന്നുണ്ടോ, ദൈവശക്തിയാൽ, ഈശോയുടെ നാമശക്തിയാൽ, ഈശോയുടെ വചനത്തിന്റെ ശക്തിയാൽ, ഈശോയുടെ കുരിശിന്റെ അടയാള ശക്തിയാൽ, ഈശോയുടെ തിരുരത്വത്തിന് അനന്ത ശക്തിയാൽ, തിരുസഭയ്ക്ക് കർത്താവ് നൽകുന്ന പൗരോഹിത്യ അധികാരം വെച്ച് തടസ്സങ്ങളെ അഴിച്ചു വിടുവിക്കുന്നു, ബന്ധനങ്ങൾ ആഠ്യമായി ബന്ധിക്കുന്നു. കർത്താവിന്റെ കൃപ നിങ്ങൾക്ക് വാതിൽ തുറക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ട്, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.